അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ HSC എക്സാമിന് വന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ രണ്ട് ഏരിയയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, പൊതുവെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പൊതുവെ ചോദ്യങ്ങൾ വരാറുണ്ട്. ചോദ്യങ്ങൾ ഇപ്പം ഒന്നാം ക്ലാസ് മുതൽ, അതുപോലെ ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. കാരണം അതിൽ നിന്നിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആ ഒരു ക്ലാസ്സുകൾ, അതുപോലെ UP, LP പൊതുവെ ചിത്രകഥകളും കാര്യങ്ങളായിരിക്കും. പക്ഷെ വരൂല എന്നല്ല, പക്ഷെ പൊതുവെ കുറവാണ്. കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഈ മൂന്ന് സെഷനിൽ നിന്നിട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന് വന്നത് ഏകദേശം 7ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിന്. പൊതുവെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത് ടെക്സ്റ്റ് ബുക്ക് ആണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് പൊതുവെ എന്താണ് നമുക്ക് വരാറുണ്ട്. അത് തന്നെ ഇപ്പൊ ഹാൻഡ് ബുക്കിൽ വരും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്, ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നിട്ടും വരാറുണ്ട്. ഓക്കെ, ഇനി അതിൽ പറയാൻ 1 മിനിറ്റ്. അപ്പം ഈ പ്രാവശ്യം ഏകദേശം 7ഓളം ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് പറയാം, നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അത് ഏത് ക്ലാസ്സിൽ നിന്നിട്ടാണ് വന്നത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബുനിയ ജാമിഅത്തുൽ അസ്ഹർ ഹുവ. ബുനിയ ജാമിഅത്തുൽ അസ്ഹർ ഹുവ അബുൽ കലാം, അബുൽ ഖാസിം, ജൗഹർ സഖലി, നാനൂത്തി. അത് അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരും ആൻസർ ചെയ്യാണ്, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവരും ആൻസർ ചെയ്യാം. ഓക്കെ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ അധികം പേര് ആൻസർ ചെയ്ത ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. ജൗഹർ സൊക്കലിയാണ്. അപ്പൊ ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിച്ചത് ജൗഹർ സൊക്കലിയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ക്ലാസ്സിനാ വന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് ഇപ്പം ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് മാറി. അപ്പൊ കഴിഞ്ഞ വർഷം ഇപ്പം 1, 3, 7, 1, 3, 5, 7, 9 ഈ ക്ലാസ്സുകളുടെ മാറി. ഈ പ്രാവശ്യം 2, 4, 6, 8, 10 ഈ ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് മാറി. അപ്പം ഈ വർഷം മാറിയിട്ടുള്ള 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ പോകണം. 7ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഹാൻഡ് ബുക്കൊന്നും വരാം, ടെക്സ്റ്റ് ബുക്കൊന്നും എല്ലാം വരാം. ഇതിപ്പം 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നതാണ്. ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഭാഗത്തു നിന്ന് വന്നതാണ്. അതായത് ഇവർക്ക് ഈ ഒരു പാഠഭാഗത്ത് ഇപ്പം ഈജിപ്തിലെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇവർ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ ഇവർക്ക് എന്താണ് ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വരിയായിട്ട് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഇവർക്ക് എന്താണ് ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ചിട്ട്, പിരമിഡിനെ കുറിച്ചിട്ട് ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൽഅത്ത് സലാഹുദ്ദീൻ അയ്യൂബി, അതായത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട, ഇതൊക്കെ പിക്ചർ കൊടുത്തിട്ടാണ് അവർക്ക് പഠിപ്പിക്കുന്നത്. അതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ 3ാമത് കൊടുത്തതാണ് ഇത് ജാമിഅത്തുൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് മിൻ അക്കദമിൽ ജാമിഅത്തി ബി മിസ്ർ ആണ്. മിസ്രിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. ബനാഹൽ ഖായിദ് ജൗഹർ സൊക്കലി, ജൗഹർ സൊക്കലിയാണ് അത് സ്ഥാപിച്ചത്. അതിനെ കുറിച്ചിട്ട് കൊടുത്തതാണ് ബനാഹ അൽ ഖായിദ് ജൗഹർ സൊക്കലി. കണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള. ഇനി അതുണ്ടാക്കിയ വർഷം കൊടുത്തിട്ടുണ്ട്. അതിനെ കൂടെ തന്നെ 970 മീലാദി 970 അത് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ കൊടുത്തത്. ഇനി 4ാമത് അവിടെ പറഞ്ഞത് മത്ഹഫ് മിസ്ർ ആണ്. അതായത് ഈജിപ്തിലെ മ്യൂസിയം, അതിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ആ ഒരു 6ാം ക്ലാസ്സിലെ ഈ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ള ചോദ്യമാണിത്. അപ്പൊ ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിച്ചത് ജൗഹർ സൊക്കലിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീനഗർ യുഗറഫു ബി മദീനത്തി ഡാഷ്. ഓപ്ഷൻ എ കലാഅത്ത്, ഓപ്ഷൻ ബി അൽ മസാജിദ്, ഓപ്ഷൻ സി അൽ ബുഹൈറാത്ത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടായതാണ്. മദീനത്തി ഡാഷ് എന്നുള്ളത് ഏതായിട്ടാണ്? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? റേഞ്ച് ഇഷ്യൂ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓപ്ഷൻ സി ആണ് അധിക പേര് ആൻസർ ചെയ്തത്. ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ്. ഓക്കെ, ബുഹൈറാത്ത് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ശ്രീനഗർ യുഗറഫ് മദീനത്തെ ബുഹൈറാത്ത് ആണ്. അതായത് ശ്രീനഗർ നമുക്കറിയാം കാശ്മീരിലെ സ്ഥലമാണ്. അപ്പൊ ഈ ശ്രീനഗർ അറിയപ്പെടുന്നത് എന്നുള്ള പേരിലാണ്. ഈ ഒരു ഈ കാശ്മീരെ കുറിച്ചിട്ട് ഒരു ഭാഗമുണ്ട്. ഇത് ഏത് ക്ലാസ്സിലെന്ന് പറയാൻ പറ്റുമോ? ഇത് ഏത് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴും ബ്രേക്ക് ഉണ്ടോ? ഹലോ, ഓഡിബിൾ ആണെന്ന് പറയോ ആരെങ്കിലും ഒരാള്? ഓക്കെ ഓക്കെ ഓക്കെ. ആരോ പറഞ്ഞു, മറിയം പറഞ്ഞിട്ടുണ്ട് ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന്. വളരെ കറക്റ്റ് ആണ്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നതും ഈ വർഷം മാറിയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, ഈ വർഷം മാറിയിട്ടുള്ള ബുക്കാണ് 8ാം ക്ലാസ്സിലത്. അപ്പം അതിൽ നിന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ എന്താണ് ജന്നത്തുൻ അലൽ അർള് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് അവർ കാശ്മീരിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ദാൽ ലേക്കിനെ കുറിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കുറെ ഗുൽമർഗ്, തുലിപ്മാർഗ്, ലഡാക്ക്, അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഇതിനെ വിശേഷിപ്പിച്ചതാണ് എന്ത്? ശ്രീനഗർ അൽ മഗ്റൂഫ ബി മദീനത്തിൽ ബുഹൈറാത്ത് മിൻ അജ്മലിൽ വിജ്ഹാത്തി സിയാഹിയ ഫി കാശ്മീർ എന്ന് പറയുമ്പോൾ അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശ്രീനഗറിനെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് എന്ത്? അത് എന്താണ് മദീനത്തുൽ ബുഹൈറാത്ത് എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവർക്ക് അങ്ങനെ അതിനെ കുറിച്ചിട്ട് മൊത്തം ഒരു പേജ് തന്നെ ഉണ്ട് ഇതിനെ കുറിച്ച്, കാശ്മീരിനെ കുറിച്ച് പറയുന്ന. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ PYQ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെഹ്റു ഡാഷ് ഹുവ അത്വലു നെഹ്റു ഫിൽ ആലം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി അന്നീൽ, ഓപ്ഷൻ ഡി അൽ പെരിയാർ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യട്ടോ. അങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിക്കുക. ഓക്കെ, ഇവർക്ക് ആൻസേഴ്സ് വരട്ടെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നീലാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നീൽ. ഓക്കെ, നെഹ്റു നീലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഏത് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയാൻ പറ്റുമോ? ഇത് ഏത് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റും? ഓക്കെ, ആബിദ പറഞ്ഞ കറക്റ്റ് ആണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇത് ഈ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ഇപ്പൊ 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് ഇവർക്ക് എന്താണ് ഈജിപ്തിലൊക്കെ അങ്ങനെ പറയുന്ന, നമ്മൾ നേരത്തെ നമ്മൾ ജൗഹർ സൊക്കലിന്റെ പറഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അതിൽ കൊടുത്തതാണ് എന്ത്? അതിന് ഈ മിസറിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് തെക്കോൺ മിസർ ഫി ഖാറത്തി ആഫ്രിക്ക. അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അത് നിൽക്കുന്നത്, മിസർ ഉള്ളത്. എജിരി ബിഹാ നെഹ്റു നീൽ, അതിലൂടെ എന്താണ് നെഹ്റു ഹു അത്വലു നഹ്റിൻ ഫിൽ ആലം, അത് ലോകത്തിൽ എന്താണ് ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന്. തുറഫ് ബിസ്
നീൽ എന്നത് അറിയപ്പെടുന്നുണ്ട്. അപ്പം അതിൽ നിന്നിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നെഹ്റു നീലാണ് അതുപോലെ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, തെക്കോൾ കറിയത്ത് പോർബന്ദർ പി വിലായത്തി ഡാഷ്. കേരള, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക. ഇവർക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പൊതുവെ ഒരു ജനറൽ ആയിട്ട് നമുക്കൊരു ഇതുണ്ടെങ്കിൽ അറിയില്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ ബി, ഗുജറാത്തിലാണ് പോർബന്ദർ ഉള്ളത്. ഗുജറാത്തിൽ നമുക്കറിയാം ഗാന്ധിജി ജനിച്ചത് പോർബന്ദറിലാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക്, കഴിഞ്ഞ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. ഈ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഇങ്ങനെ ഇവർക്ക് ഓരോരുത്തരുടെ ബയോഗ്രഫി കൊടുത്തിട്ട് ബയോ ഡാറ്റ ആക്കി. അപ്പൊ അതിലെന്താണ് ഇങ്ങനെ ആക്ടിവിറ്റി ഭാഗത്ത് കൊടുത്തതാണ്. ഇത് ആക്ടിവിറ്റിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. പൊതുവെ ഇങ്ങനെ ആളുകളെ കുറിച്ചാണെങ്കിൽ പൊതുവെ ആക്ടിവിറ്റിന്റെ ഭാഗത്തുള്ളതായിരിക്കും. അപ്പം അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ അതൊക്കെ നോക്കണം. പൊതുവെ PSCക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇപ്പം എഴുതിയ ഓരോ കവിത എഴുതിയ ആളുകളെ, ഈ കവിതയുടെ തീം, കവിതയിലെ വരികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. അപ്പൊ ഇതിലെന്താണ് ഗാന്ധിജിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിയുടെ ഒരു ബയോഗ്രഫി കൊടുത്ത് ബയോഡേറ്റ ആക്കാനുള്ള ഒരു വർക്കാണ് കുട്ടികൾക്ക് അവിടെ ചെയ്യാനുള്ളത്. അപ്പം അതിലെന്താണ്, അതിലുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് സയ്യിദ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അൽ മഅറൂഫ് ബിൽ പോർബന്ദർ ബി വിലായത്തി ഗുജറാത്ത്. കണ്ടോ, ബി വിലായത്തി ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പൊതുവെ ഇത് നമുക്ക് കോമൺ ആയിട്ട് തന്നെ ആലോചിച്ചാൽ കിട്ടാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു അല്ലദി ലുഖിബ ബി അസ്വാഹിബ്. മൊയ്തു മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് സ്വാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഏത് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ? ഓക്കെ, 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 5ാം ക്ലാസ്സിലെ ഇപ്പൊ മാറിയിട്ടുള്ള 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ സ്വാഹിബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പൊ ഇതിലെന്താണ് ഇങ്ങനെ ഓരോ ആളുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഭാഗത്ത്, ഒരു പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത്. അപ്പൊ അതിലുള്ള പെട്ട ഒരാളാണ് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്, കാരണം മുഹമ്മദ് അബ്ദുറഹ്മാൻ സഈമൻ മഷ്ഹൂറൻ, പിന്നെ വളരെ പ്രശസ്തനായിട്ട് ഒരു ലീഡറാണ്. ലുഖിബ ബി സ്വാഹിബ്, സ്വാഹിബ് എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഹിബ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലഖബ്. അദ്ദേഹം ജനിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് നമ്മുടെ ജരീദത്തു അൽ അമീൻ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. അസ്ദറ മിൻഹ ജരീദത്തു അൽ അമീൻ, അതായത് അദ്ദേഹം എന്താണ് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ വർക്കിന് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ള സിറ്റിയാണ് കോഴിക്കോട്. ഓക്കെ, അദ്ദേഹം കൊടുങ്ങല്ലൂർക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കട്ടാണ് എടുത്തറ. അദ്ദേഹം വോയിസ് ബ്രേക്ക് ആയ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? റേഞ്ച് ഇഷ്യൂ ആണ്, സോറി. അപ്പം ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ലഖബ് സ്വാഹിബാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുക, കോഴിക്കോട് അദ്ദേഹം പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന് അദ്ദേഹം ഉള്ള പത്രമാണ് ജരീദത്തു അൽ അമീൻ. ഇതിൽ കൂടെ നോട്ട് ചെയ്യുക, ജരീദത്തു അൽ അമീൻ എന്നുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ് കോഴിക്കോട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളുടെ ഇടയിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രമാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മുലിത മൊയ്തു മൗലവി ഫി മുഖാത്താത്തി ഡാഷ്. മൊയ്തു മൗലവി ഏത് ജില്ലയിലാണ് ജനിച്ചത്? കണ്ണൂര്, കാലിക്കൂത്ത്, പാലക്കാട്, മലപ്പുറം.
ഓക്കെ, ആൻസേഴ്സ് വരട്ടെ. ഓക്കെ, ബി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മലപ്പുറം. ഓക്കെ, ഇത് ഏത് ക്ലാസ്സിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയാൻ പറ്റുമോ? ടീച്ചറെ, കുറ്റ്യാടി ജനിച്ച ഒരാളില്ലേ? മൊയ്തു മൗലവി കുറ്റ്യാടിയോ? കുറ്റ്യാടി ജനിച്ചിട്ടുള്ള ഒരാളില്ലേ? അതുണ്ട്, പക്ഷെ ഇതിപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുമ്പോൾ അതിൽ കൊടുത്തത് മലപ്പുറത്ത് ജനിച്ചിട്ടുള്ള മൊയ്തു മൗലവിനെയാണ് അതിൽ കൊടുത്തത്. അതെനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്, മൊയ്തു മൗലവി കുറ്റ്യാടി ഉണ്ട്. പക്ഷെ ഇതിൽ ടെക്സ്റ്റ് ബുക്കിനെ റിലേറ്റ് ചെയ്യുമ്പോൾ അതിൽ മലപ്പുറത്ത് ജനിച്ചിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. അപ്പം ഉലത്തെ മൊയ്തു മൗലവി ഫി മുക്കാത്തഴത്തി കുറ്റ്യാടി, കുറ്റ്യാടിയിൽ മാറിപ്പോയി, കൺഫ്യൂഷനായി, സോറി, മലപ്പുറം. ഓക്കെ, മലപ്പുറത്താണ് അദ്ദേഹം ഒരുപാട് പേരെ കുറിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ മൊയ്തു മൗലവി, അക്കാമ ചെറിയാൻ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്, മലപ്പുറത്തെ മാറഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു ആലിമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ തർബിയത്തിനും താലീമിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് മൊയ്തു മൗലവി. അപ്പൊ അദ്ദേഹം ജനിച്ചത് മലപ്പുറത്താണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അബുൽ ലുഗ മലയാളം ഹുവ? ഓപ്ഷൻ എ എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി തകഴി, ഓപ്ഷൻ ഡി ബഷീർ. അറിയുന്നതായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എഴുത്തച്ഛന്. നമുക്കറിയാം തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ 9ാം ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 9ാം ക്ലാസ്സിൽ ഇതുപോലെ അതൊരു വർക്കായിട്ട് കുട്ടികൾക്ക് കൊടുത്തതാണ്. അങ്ങനെ അതിൽ ഹാൻഡ് ബുക്കിൽ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഹാൻഡ് ബുക്കിൽ ഇങ്ങനെ മലയാള ഭാഷയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അനൽവാഴ്ത്ത് മലയാളം, അനമീൻ ഉസ്ര ദ്രാവിഡിയ, ദ്രാവിഡിയൻ ഫാമിലിയിൽ പെട്ടതാണ് ഞാൻ അബി തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്കൊരു ചെയ്യാനുള്ള ഈ വർക്ക് ഒക്കെ വായിക്കണം. അങ്ങനെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ പക്ക അങ്ങനെയാണ്. കാരണം കറക്റ്റ് ഈ ഒരു വർക്ക് കൊടുത്തു. അപ്പൊ അത് ഹാൻഡ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അബി തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പം ഏതൊരു വർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ആളുകളെ കുറിച്ചിട്ടാവട്ടെ ഒക്കെ അങ്ങനെയുള്ളത് ഹാൻഡ് ബുക്കിൽ നോക്കുക. അങ്ങനെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഭാഗം, അപ്പൊ ഹാൻഡ് ബുക്കൊന്നും വരാം, ടെക്സ്റ്റ് ബുക്കൊന്നും വരാം, അത്തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് റീഡിങ്ങിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്, പിന്നെ ഒരു പോയം. ഇത് രണ്ടുമാണ് പറയാനുള്ളത്. തനാവുൽ ഇദാവ് അതായത് ഭക്ഷണം, ഹെൽത്തി ഫുഡ് ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്, ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നത്. أما في عصرنا هذا معظم الناس يشكون من البطانة بسبب كثرة الأطعمة والإسراف في تناولها. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വോയിസ് ചെക്ക് ആവണുണ്ട്. ആണോ? ഞാൻ ഒന്നും കൂടെ ഒന്ന് രണ്ടാമത് ജോയിൻ ചെയ്യട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു മിനിറ്റ്. ഇവിടെ മഴ ഉണ്ട്, അതാണ് റേഞ്ച് ഇഷ്യൂ.
ചെക്ക് ചെയ്തിട്ട് പറയാം. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. ഇപ്പൊ റെഡി അല്ലേ? ഇപ്പൊ മാറിയില്ലേ സ്ക്രീൻ? ബാക്കി വായിക്കാം. റേഞ്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. മഴ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം അസിഹ നിഅമ അളീമ മുഹഫദത്തു സിഹ വാജിബ അലൽ ജമീഅ. അതായത് സിഹ എന്താണ്, ഞാൻ നോട് പറഞ്ഞുതരാം, നേരത്തെ കാണാത്തതുകൊണ്ടാണ്. ആരോഗ്യം എന്നുള്ള എന്താണ്, മഹത്തായ ഒരു അനുഗ്രഹമാണ്. മുഹഫദത്തു സിഹത്തി വാജിബത്തിൻ അലൽ ജമീഅ. അതായത് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ്, എല്ലാവരുടെയും മേലുള്ള ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ മേൽ നിർബന്ധമാണ് എന്ത്, ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. تناول الغذاء الصحي عنصر أساسي في محافظة الصحة. അതായത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, നമ്മൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. أما في عصرنا هذا معظم الناس يشكون من البطانة بسبب كثرة الأطعمة والإسراف في تناولها. പക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, അധിക പേരും പൊണ്ണത്തടി ഒക്കെ ഇങ്ങനെ പരാതി പറയാണ്. പൊണ്ണത്തടി കൊണ്ട് എന്താണ്, അവരിങ്ങനെ പരാതിപ്പെട്ട് നടക്കുകയാണ്. കാരണം ഈ ഒരു പൊണ്ണത്തടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ബിസബബി കസറത്തിൽ അത്ഇമ വൽ ഇസ്റാഫ് ഫി തനാവുലിഹ. അതായത് ധാരാളം ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് ദൂർത്ത് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബിത്വാന ഉണ്ടാവുന്നത്. അപ്പൊ ധാരാളം പേര് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, കല്ലത്തു അൻഷദത്ത് റിയാളിയ്യ വതനാവുൽ വജിബാത്തു സരീഅ തുസബ്ബിബാൻ ലിമുശ്കിലാത്തിൻ കസീറ. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നില്ല, അപ്പൊ വ്യായാമക്കുറവ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഇതൊക്കെ കാരണം എന്താണ്, ഈ ഒരു രണ്ട് കാരണം എന്താണ്, ഒരുപാട് ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. المداومة على الأنشطة الرياضية لازمة للحياة السعيدة. നമുക്ക് സന്തോഷകരമായ ജീവിതത്തിന് മതിയായ വ്യായാമം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാരഗ്രാഫ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ما هو الأمر المهم في ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഓപ്ഷൻ എ അൽ ഹവ, ഓപ്ഷൻ ബി അദ്ദവ, ഓപ്ഷൻ സി അൽ ഗദാ സമ. എല്ലാവരും ആൻസർ ചെയ്യണം, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പാരഗ്രാഫ് ആണ്. നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാം, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആൻസർ ആണല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി അല്ല, ഇതാണ്. മാഹിയ സിഹ, എന്താണ് സിഹത്ത്? ഓപ്ഷൻ എ അൽ ഫറാഗ്, ഓപ്ഷൻ ബി നഖമത്ത്. നഖമത്ത് എന്ന് പറഞ്ഞാൽ ശാപാണ് കേട്ടോ. ഫറാഗ് പറഞ്ഞ ഒഴിവ് സമയം. ഓപ്ഷൻ ബി നഖമത്ത് പറഞ്ഞ ശാപം. ഓപ്ഷൻ സി നിഅമത്ത്, ഓപ്ഷൻ ഡി വാജിബത്ത്. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? ഓപ്ഷൻ സി ആണ്, നിഅമത്താണ്, അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മാതാ യഷ്കുന്നാസ്, എന്താണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്, ആവലാതിപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ ഫിത്ന, ഓപ്ഷൻ ബി അൽ ബിത്വാന, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി അൽ ബദ്ന. അൽ ബദ്ന പറഞ്ഞാല് കൊഴുപ്പ്, ഫാറ്റിനാണ് ബദ്ന എന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഓപ്ഷൻ ബി നമ്മൾ പറഞ്ഞു, ബിത്വാനാണ്, പൊണ്ണത്തടി, അതാണ് എല്ലാവരും പരാതിപ്പെടുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഫെയറാണ് എല്ലാവരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബിമ യുസ്വീബു അൽ ബി, എന്തുകൊണ്ടാണ് ഈ ബിത്വാന ബാധിക്കുന്നത്? ഓപ്ഷൻ എ അത്താൻ, ഓപ്ഷൻ ബി അദ്ദവ, ഓപ്ഷൻ സി അദ്ദിയാല, ഓപ്ഷൻ ഡി അൽ അൻഷിത. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. ഉഷാർ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ ത്വാം അല്ലെ, നമ്മൾ പറഞ്ഞു ധാരാളം ഭക്ഷണം കഴിക്കുക, വജബാത്ത് ശരിയ കഴിക്കുക, അതുപോലെ തന്നെ കാണിക്കൊക്കെ എന്താണ്, പൊണ്ണത്തടിക്ക് കാരണമാണ്. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
മാ ഹിയ ലാസിമ ലിൽ ഹയാത്തി സഈദ്. സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് എന്താണ് അനിവാര്യമായത്? ഓപ്ഷൻ എ അത്വാഇമ, ഇസ്റാഫ്, ഇൻസാഫ്. ഓക്കെ ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അൻഷിത്താണ് നമ്മൾ പറഞ്ഞു. അൻഷിത അതായത് റിയാലിറ്റി ആയിട്ട് ഒരുപാട് എക്സസൈസുകൾ, വ്യായാമങ്ങളൊക്കെ വേണം നമുക്ക്. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ വ്യായാമം നമ്മൾ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ഒരു പാരഗ്രാഫിലുള്ളത്. ഇനി നമുക്കുള്ളത് പോയമാണ്. ഇഖ്റ അൽ അബിയാദി താലിയ സുമ്മ അജിബ് ലിസ്സുആലിൽ ആത്തിയ. അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ആ വരികളുടെ അർത്ഥം നോക്കാം. ബാനൽ ഫസാദ് ഹുനാ ഫിൽ അർളി لا فرق نرى العلل تبكي السماء على أرض مؤلمة أصابها الضر باتت تدمع المقلة أين الرياح التي كانت تعازلها هل جاءت الأرض ربع صرصر بدلا النهر ما يلغى طهارته لينقل السم في الأرجاء أن حملا. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ബാനൽ ഹുനാ ഫിൽ അർള്, ഇവിടെ എന്താണ് നമ്മുടെ ഭൂമിയിൽ എന്താ ഫസാദ്, അതായത് ഉപദ്രവം, നാശം അല്ലെങ്കിൽ അഴിമതിയൊക്കെ എന്തായിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. വൻതശറാഫിൽ ബദ്രി വൽ ബഹർ, എന്നിട്ടോ അത് കടലിലും കരയിലും അത് വ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിങ്ങനെ ഭൂമിയിൽ വന്നു അങ്ങനെ കടലിലും കരയിലേക്കൊക്കെ അത് വ്യാപിച്ചിരിക്കുന്നു. ലാ ഫർഖ നറൽ ഇലല, അതിന്റെ കാരണങ്ങളിൽ നമുക്ക് എന്താണ് ഒരു വ്യത്യാസം നമുക്ക് കാണുന്നില്ല. ഒരുപാട് കാരണങ്ങളാണ്. നബിക്ക് സമാഉ അല അർദിൻ മുഅല്ലിമത്തിൻ, അപ്പൊ എന്താണ് ഈ ഒരു മഹത്തരമായിട്ട് നമ്മുടെ ഈ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ട് ആര് കരയുന്നുണ്ട്? ആകാശം കരയുന്നുണ്ട്. വേണ്ടി ആകാശം കരയുന്നുണ്ട്. അസ്വാബഹൽ ലുർ, അതിനെന്ത് ബാധിച്ചിട്ടുണ്ട്? ലുർ, ഉപദ്രവം ബാധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഭൂമിക്ക് ഉപദ്രവം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആകാശം കരയുന്നുണ്ട്. ബാധത്ത് തദ്മാഉ അൽ മുഖല്ല, അപ്പൊ എന്താണ് അവരുടെ കണ്ണുകൾ എന്താണ് കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് റിയാഹുല്ലത്തി കാനത്ത് തആസിലുഹ, എന്നോട് ചോദിക്കാണ് അതിന് റിയാഹ്, കാറ്റ് എവിടെയാണ്? അല്ലത്തി കാനത്ത് തആസിലുഹ, അതായത് അവളുമായിട്ട് ശൃംഗരിച്ച കാറ്റുകളൊക്കെ എവിടെയാണെന്ന്. അതായത് ഇപ്പം ഭൂമിയുമായി ശൃംഗരിച്ചിട്ടുള്ള കാറ്റൊക്കെ ഇപ്പം എവിടെ പോയി, അതൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കാണ് കവി. ഹൽ ജാഅത്തിൽ അർളു റുബുഉ സർസറിൻ ബദല, അതിന് പകരം ഒരു പാറ്റയുടെ നാലിലൊന്നായി വന്നോ എന്ന് ചോദിക്കാണ്. അത്രമാത്രം നമ്മുടെ ഭൂമിയിൽ ലുറു ബാധിച്ചോ എന്നാണ് കവി ചോദിക്കുന്നത്. വയഹ്മിലു നഹ്റു മാ യൽഗാ തഹാറത്തുഹു, ഇനി നദിയുടെ അവസ്ഥയാണ് അടുത്തത് പറയുന്നത്. നദി എന്താണ്? അതിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നവയാണ് അതിപ്പോ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് നദിയിൽ നിന്ന് പണ്ട് കാലത്ത് ശുദ്ധജലം ഉള്ളതിന് പകരം ഇപ്പൊ എന്താണ് ഒരുപാട് വിഷാംശങ്ങൾ, ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മലിനമാക്കാനുള്ള ഒരുപാട് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ ഇപ്പം നദിയിലുള്ളത്. അപ്പൊ നദി എന്താണ്? അതിന്റെ ആ ഒരു പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നവയാണ് അതിപ്പം വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഫിൽ അർജായ് അൻ ഹമല, എന്നിട്ടോ അത് എല്ലാ ദിശകളിലേക്കും അതെന്താണ് വിഷത്തെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. നമുക്കറിയാം പുഴയിൽ നിന്നൊക്കെ ഒരുപാട് വിഷയങ്ങളാണ്. അപ്പൊ അതെന്താണ് ഇങ്ങനെ അതിന്റെ തൊഹാറത്തിനെ എന്താണ് പരിശുദ്ധിയൊക്കെ ഇല്ലാതാക്കുന്നവ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ ഒരു വിഷത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. أين ظهر الفساد؟ ഒന്നാമത്തെ ചോദ്യം, أين ظهر الفساد؟ السماء، الرياح. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് അല്ലെ, ഭൂമിയിലാണ് ഫസാദ് പറയുന്നത്, പ്രകടമായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അയിന ഇൻതശറൽ ഫസാദ്, എവിടെയാണ് ഫസാദ് വ്യാപിച്ചത്? ബർറ് വൽ ബഹർ ആണ് അല്ലെ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ബർറിലും ബഹറിലുമാണ്, കരയിലും കടലിലുമാണ് ഈ ഒരു ഫസാദ് വ്യാപിച്ചത്. മൻ തബിക്കി ഹുന, അടുത്ത ക്വസ്റ്റ്യൻ, മൻ തബിക്കി ഹുന, ആരാണ് ഇവിടെ കരയുന്നത്? ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, സമ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാതാ അസ്വാബത്തിൽ അർള്? الرياح، الدموع، الضر، الماء.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റ് കേൾക്കുന്നത് അദ്ദിയാഹ്, അൽ മസാഹ്, അന്നഹർ, അസുമ്. ആരാണ്? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റിയാഹ്, കാറ്റാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനാലിസിസിൽ കുറച്ച് ഭാഗങ്ങൾ വന്നിട്ട് ഒരു 7ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ ഒരു റീഡിങ്ങിന്റെ ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? എന്നാ നമുക്ക് മീറ്റിംഗ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.